നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സിനിമകൾ മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയിൽ എല്ലാം ഒന്നും വലിയ വിജയമായിരുന്നില്ല. പക്ഷെ മലയാളത്തിൽ ഹിറ്റായ സിനിമകൾ ഹിന്ദിയിലും നിർമ്മിച്ച് ഹിറ്റാക്കിയ സംവിധായകനാണ് പ്രിയദർശൻ. ഹിന്ദിയിൽ ഇത്രയധികം സിനിമകൾ എടുത്ത് ബോളിവുഡിൽ കാലുറപ്പിച്ചു നിന്ന മലയാളത്തിൽ നിന്നുള്ള സംവിധായകൻ മറ്റാരുമുണ്ടാവില്ല. മലയാളികൾക്ക് ഒരു നാഴികക്കല്ലായി എന്നും ഉയർത്തിക്കാട്ടാവുന്ന ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴ് ഭൂൽ ഭുലയ്യായി ഹിന്ദിയിലെത്തിച്ച് വിജയം കൊയ്തെടുത്ത സംവിധായകനാണ് അദ്ദേഹം. മലയാളത്തിൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് പോലെ തന്നെയായിരുന്നു ബോളിവുഡിൽ അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ട്. നിരവധി സിനിമകളിൽ ഒന്നിച്ച ഇവർ 14 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ്. പ്രിയദർശന്റെ കരിയറിലെ ആദ്യത്തെ ഹിന്ദി ഹൊറർ കോമഡി ചിത്രത്തിനായി. വളരെയധികം ആഘോഷിക്കപ്പെട്ട കൂട്ടുകെട്ടാണ് അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ട്. ഇവർ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നതിന്റെ ത്രില്ലിലാണ് ഹോളിവുഡ് പ്രേക്ഷകർ. അതിനൊരു കാരണവുമുണ്ട്. ഭൂൽ ഭുലയ്യ, ഹെരാഫെറി, ഡണ്ടനാഡൻ, ആക്രോശ്, ഘട്ടാമിട്ട തുടങ്ങി ഈ കൂട്ടുകെട്ടിലെത്തിയ ഹിറ്റ് സിനിമകൾ തന്നെയാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിച്ചേരലിലും വലിയൊരു ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. പ്രിയദർശന്റെ അവസാന ഹിന്ദി ചിത്രമായ ഹംഗാമ 2 ഇറങ്ങിയത് 2021-ലായിരുന്നു. അതേസമയം 2010-ൽ പുറത്തിറങ്ങിയ ഘട്ടാമീട്ടയ്ക്ക് ശേഷം അക്ഷയ് കുമാറും പ്രിയദർശനും ഒരുമിച്ച ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇനി വരാനിരിക്കുന്നത് ഇരുവരും ഒന്നിക്കുന്ന 7ാമത്തെ ചിത്രമായിരിക്കും. എന്നാൽ അതൊരിക്കലും ഭൂൽ ഭുലയ്യയുടെ തുടർച്ചയോ സ്പിൻ ഓഫോ ഒന്നുമല്ല. വരാൻ പോകുന്നത് പുതിയൊരു ചിത്രം തന്നെയാണ്. ഒരു ഒറിജിനൽ ആശയത്തെ മുൻനിർത്തി ഒരുക്കുന്ന ചിത്രം. അതേസമയം ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് പ്രിയദർശൻ അല്ല എന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മാതാവ് എക്താ കപൂർ തനിക്ക് തന്ന ചിത്രമാണിതെന്നും ഫാന്റസി ഹൊറർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണെന്നുമാണ് പ്രിയദർശൻ ബോളിവുഡ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പുതിയ സിനിമയുടെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് സൂചനകൾ. മലയാളത്തിൽ വലിയ വിജയം നേടിയ മണിച്ചിത്രത്താഴിന്റെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഭൂൽ ഭുലയ്യ എന്ന ചിത്രം. പ്രിയദർശന്റെ സംവിധാനത്തിൽ 2007-ൽ പുറത്തെത്തിയ ഈ ചിത്രത്തിൽ അക്ഷയ് കുമാർ ആയിരുന്നു നായകനായി എത്തിയത്. ഹിറ്റ് ചിത്രം ഭൂൽ ഭുലയ്യയെ ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായാണ് പ്രിയദർശൻ വിശേഷിപ്പിക്കുന്നത്. ഇതേ ചിത്രത്തിന്റെ സ്റ്റാൻഡ് അലോൺ സീക്വലായി 2022-ൽ പുറത്തെത്തിയ ഭൂൽ ഭുലയ്യ 2 സംവിധാനം ചെയ്തത് പക്ഷേ പ്രിയദർശനായിരുന്നില്ല, അനീസ് ബസ്മിയായിരുന്നു. ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗം ഈ വർഷം ഇറങ്ങുന്നുമുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. വരാൻ പോകുന്നത് എന്തായാലും ഭൂൽ ഭുലയ്യയുടെ തുടർച്ചയും സ്പിൻ ഓഫും ഒന്നും അല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിച്ചേരലിൽ നിന്നും ഒരു വലിയ ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.